ഡോക്ടർ, എന്ത് ജീവിയാണത്? ചെന്നായെപ്പോലെ തോന്നുന്നു. പുറത്തേക്ക് വരൂ, അതെന്താണെന്ന് അറിയണം. ഇവിടെങ്ങും ഒന്നും ഇല്ലല്ലോ. അത് രക്ഷപ്പെട്ട് കാണും. ഇത്ര വലിപ്പമുള്ള ചെന്നായയോ? ഹേ, അത് ഈ ജനൽ ചില്ലിൻ്റെ പ്രത്യേകത കൊണ്ടാവും. പിറ്റേന്ന് രാവിലെ, മിസ്റ്റർ മാർലോ, ഇവിടെ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. ഞാൻ അറിഞ്ഞു ഡോക്ടർ. ക്യാപ്റ്റൻ്റെ ശരീരത്തിലെ രക്തം ഇനിയും നഷ്ടപ്പെടാതെ നോക്കണം. ഒരാൾ എപ്പോഴും മുറിയിൽ വേണം. സത്യത്തിൽ എന്താണ് അവിടെ നടന്നത്? അത് ഇപ്പോൾ വെളിപ്പെടുത്താനാവാത്തതിൽ ഖേദമുണ്ട് ഡോക്ടർ. എല്ലാം പറയാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനി വൈകുന്നത് അപകടമാകും. ആ ഫാദറിനെ കാണണം. ഇത് തന്നെ ഫാദറിൻ്റെ സ്ഥലം. കാണുന്നില്ലല്ലോ. ആരുമില്ലേ? ഫാദർ, ഫാദർ. അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. തൽക്കാലം മടങ്ങാം. ഹാവ്, ആശ്വാസമായി. ആ ഓഫീസർ വന്നത് മുതൽ കുഴപ്പങ്ങളാണ്. ഏതായാലും പോയല്ലോ. ഇനി പുറത്തിറങ്ങാം. വാതിൽ തുറന്നതും, അതെ ഫാദർ, ഞാൻ തന്നെ. നിങ്ങൾ പോയില്ലേ? ഇല്ല ഫാദർ, ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറല്ലേ. അതുകൊണ്ട് എങ്ങനെയും ശല്യം ചെയ്യാമെന്നാണോ? ഇരിക്കൂ ഫാദർ, നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല. ഞാൻ ഡ്രാക്കുളയെ പറ്റി സംസാരിക്കാനാണ് വന്നത്. താങ്കൾ എന്നെ ഭയപ്പെടുത്താനാണ് വന്നത്. നിങ്ങളിങ്ങനെ ഭയക്കാതിരിക്കൂ. ഒട്ടേറെ പേരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ഫാദർ, ലെറ്റർ. സ്വസ്ഥമായിരിക്കാൻ ആരും സമ്മതിക്കില്ല. കത്ത് വായിക്കൂ ഫാദർ. ഇത് കുഴപ്പമാകുമല്ലോ. അച്ഛനും നിങ്ങളുടെ ആളാണ്, അത് തന്നെ കാര്യം. ഫാദർ ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ ഗുരു ഫാദർ ഗബ്രിയേൽ. നടന്ന കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ എഴുതി അറിയിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? ഇതാ അദ്ദേഹത്തിൻ്റെ കത്ത്. വിഷയം ഗുരുതരമാണ്. താങ്കളെ കൂട്ടി അദ്ദേഹത്തെ കാണാൻ. അതെ ഫാദർ, ഇതെല്ലാം ഗുരുതരമായ കാര്യമാണ്. നമുക്കിപ്പോൾ പുറപ്പെടാം. മണിക്കൂറുകൾ കഴിഞ്ഞ്. വിജന പ്രദേശമാണല്ലോ. ഞാൻ അതാ പറഞ്ഞത്, നാളെ പുറപ്പെട്ടാൽ മതിയെന്ന്. സാരമില്ല ഫാദർ, ശാന്തനാകൂ. സന്ധ്യ മയങ്ങി. ഇത് തന്നെ സ്ഥലം. കൊള്ളാം, ഇതൊരു പ്രേതാലയം പോലുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കൂ. ഫാദർ ആ കൂറ്റൻ വീടിൻ്റെ മരവാതിലുള്ള ഇരുമ്പു ചട്ടത്തിൽ തട്ടി. പരിചാരകൻ വാതിൽ തുറന്നു. അവരെ അകത്തേക്ക് ആനയിച്ചു. വന്നാലും ഫാദർ മോറിസ്, ഗബ്രിയേലച്ചൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. കലമാൻ കൊമ്പുകൾ പതിച്ച വലിയ സ്വീകരണമുറി കടന്ന് ഒരു കിടപ്പുമുറിയിലേക്കാണ് പരിചാരകൻ അവരെ കൊണ്ടുപോയത്. വരൂ അതിഥികളെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പരിചാരകൻ നെരിപ്പോടിലേക്ക് കൂടുതൽ വിറകിട്ടു. മാർലോ ആ മുഖം ശ്രദ്ധിച്ചു. എന്തൊരു തേജസ്സുള്ള മുഖം. ഇദ്ദേഹം ഒരു അസാധാരണ വ്യക്തി തന്നെ. ഇരിക്കൂ മോറിസ്, ഇതാണല്ലേ മിസ്റ്റർ മാർലോ? ഡ്രാക്കുളയുടെ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുൻപ് ട്രാൻസിൽവാനിയയിലാണ്. രക്തം കുടിക്കുന്ന ആ രാക്ഷസിനെ അന്ന് ചില ധീരന്മാർ കീഴടക്കി. പക്ഷേ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആരുടെയോ കൈത്തെറ്റുകൊണ്ടാണ് ആ മഹാദുരന്തം സംഭവിച്ചതെന്ന് ഉറപ്പാണ്. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവനിവിടെ എത്തിയിരിക്കുന്നു. എങ്ങനെയും അവനെ തടയുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അവനെ നേരിടാനുള്ള ഏതാനും പദ്ധതികളും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ശാരീരികമായി അതിനുള്ള ശേഷി എനിക്കില്ല. അതിനുള്ള ചുമതല ഫാദർ മോറിസിനാണ്. അച്ഛാ, ഇത് തീക്കളിയാണ്. അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. മോറിസ്, ഇതൊരു തിരഞ്ഞെടുക്കലാണ്. ഒരുപാട് പേരെ രക്ഷിക്കാനുള്ള തിരഞ്ഞെടുക്കൽ. ഞാൻ നിന്റെ പിന്നിലുണ്ടാവും. സർവശക്തനായ ദൈവം നിന്റെ ഒപ്പം ഉണ്ടാവും. ഭയപ്പെടാതിരിക്കൂ. അച്ഛാ, ഞാനൊരു ധൈര്യശാലിയല്ല. ധൈര്യമൊക്കെ ഉണ്ടായിക്കോളും. വിശ്വസിച്ചാൽ മാത്രം മതി. മാർലോ അക്കാര്യത്തിൽ സഹായിക്കും. ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കാം. ശരി ഫാദർ. ഒരു കാര്യം കൂടി. രാത്രി കടക്കും മുമ്പ് ഈ കുരിശ് വീടിന് പിന്നിലുള്ള കല്ലറയിൽ കൊണ്ടുപോയി വെക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ കുരിശുയർത്തി കാണിച്ചാൽ മാത്രം മതി. അയ്യോ, ഞാൻ കൂടെ വരാമച്ചോ? ഭക്ഷണത്തിന് ശേഷം ഫാദർ മോറിസ് കുരിശ് കയ്യിലെടുത്തു. എന്തൊരു ദുർഗതിയാണിത്. ഈ നട്ടപ്പാതിരയ്ക്ക് വീടിന് പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞാൽ ആ വേലക്കാരൻ എവിടെ? പേടിക്കാതെ വരൂ. ഫാദർ പിന്നിലെ വാതിൽ തുറന്നു. 'ദൈവമേ, ഇവിടെ എവിടെയാണോ ആ കല്ലറ? ദൈവമേ,
ഈ ഇരുട്ടത്ത് എവിടെ പോയാണ് കല്ലറ തപ്പിപ്പിടിക്കുന്നത്? എടോ മാർലോ, സെൻ്റ് ആവിയയിലെ സെമിത്തേരിയിൽ പോലും ഇത്ര ഇരുട്ടില്ല. അച്ഛൻ മിണ്ടാതെ വരൂ. വരാനോ? എങ്ങോട്ട്? ഇത് കൊടുങ്കാടാ. ഇതിനുള്ളിൽ പോയുള്ള ഒരു ജോലിക്കും ഞാനില്ല. ഗബ്രിയേൽ അച്ഛൻ ഒരു കാര്യവും വെറുതെ പറയില്ല. വരൂ. എടോ മാർലോ, തനിക്കിതൊക്കെ ഒരു ഹരമാണെന്ന് എനിക്കറിയാം. പക്ഷെ താൻ ആ ഇരുട്ടിലേക്കൊന്ന് നോക്ക്. എന്തൊക്കെയോ ഭൂതങ്ങൾ അവിടെ പതിയിരിക്കുന്നതായി തോന്നുന്നില്ലേ? ഫാദർ ഒന്ന് നിർത്തുന്നുണ്ടോ? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗബ്രിയേലച്ചൻ ആവശ്യപ്പെട്ടത് ഈ കുരിശ് ഏതോ കല്ലറയുടെ മൂലയിൽ കൊണ്ടുവയ്ക്കാനാണ്. പക്ഷേ ഇനി രാവിലെ പോയാൽ പോരെ? കുരിശ് വെച്ചെന്ന് നമുക്ക് ചെന്ന് പറയാം. ഈ കുരിശ് അവിടെ വെച്ചില്ലെങ്കിൽ എന്തോ അപകടം സംഭവിക്കും. അതായിരിക്കുമല്ലോ ഈ സമയത്ത് കുരിശ് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞത്. ദൈവമേ, ശരിയാ. ഇത് കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ വല്ല പ്രേതവും കല്ലറയിൽ നിന്ന് ഉയർന്നു വരുമായിരിക്കും. താൻ വാടോ, നമുക്ക് വേഗം പോയി കല്ലറ കണ്ടുപിടിച്ച് മടങ്ങാം. സൂക്ഷിച്ച്. ദൈവമേ, എന്താണത്? അതൊരു ചെന്നായയുടെ ശബ്ദമാണ്. അച്ഛൻ എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് അയച്ചത്? അവൻ ഇങ്ങോട്ട് വന്നാൽ, ചെന്നായ വന്നാൽ ഈ തോക്ക് മറുപടി നൽകും. കാറ്റടിക്കുന്നല്ലോ, നല്ല മഞ്ഞുമുണ്ട്. ഹോ, എന്തൊരു പരീക്ഷണം! ഇവിടെയും ഒന്നും കാണാനില്ല. അതാ അവിടെ എന്തോ കാണുന്നു. അതൊരു കല്ലറ തന്നെ. വരൂ ഫാദർ, കല്ലറ അത് തന്നെ. വേഗം വരൂ. താങ്ക് ഗോഡ്. അടുത്ത നിമിഷം മാർലോ. ഏതായാലും നമുക്ക് വേഗം പോയി ഈ കുരിശ് വെച്ച് മടങ്ങാം. എങ്കിൽ വരൂ. മാർലോ ഒട്ടും പതറിയില്ല. ഠേ, ഹൗ ഹൗ അവൻ വീണു. വരൂ, നോക്കി നിൽക്കാൻ സമയമില്ല. ഇത് തന്നെ ആ സ്ഥലം. ആരുടെയാണിത്? വേഗമാകട്ടെ. പെട്ടെന്ന് ഒരു രൂപം കല്ലറയ്ക്ക് പിന്നിൽ നിന്ന് ഉയർന്നു. ദൈവമേ, ഇതെന്തു ഭൂതം! നിന്നെ ഞാൻ... ബുള്ളറ്റ് തീർന്നല്ലോ. നമ്മളിനി എന്ത് ചെയ്യും?